ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ വീണ്ടും പാകിസ്ഥാൻ ആർമി LOC കടന്ന് ഉള്ളിലോട്ട് വന്നു. ശക്തമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും രണ്ടാമത്തെ കാര്യം നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, അതായത് തുർക്കിയും പാകിസ്ഥാനും കൂടെ ചേർന്നുകൊണ്ട് കാശ്മീരിനെതിരെ വലിയൊരു പ്രൊട്ടസ്റ്റ് നടത്താൻ പോവുകയാണ്. ഇതിൽ ഹമാസിന്റെ പങ്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകൾ ഇല്ലായിരുന്നു. അതായത് കഴിഞ്ഞ ഒരു വർഷം തന്നെ 60ഓളം തീവ്രവാദികളെ നമ്മൾ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരെ മാത്രം കൊന്നുകളയെല്ലാം ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ഇൻഫിൽട്രേഷൻ ഇപ്പോൾ അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും LOC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, അതായത് ബൗണ്ടറിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ലൈനെ കടന്നുകൊണ്ട് പാകിസ്ഥാൻ ആർമി വെപ്പണുമായി ഉള്ളിലോട്ട് വരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ ആർമി ഇതിനെ ഡിറ്റക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇവര് ഉള്ളിലോട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ഫയറിംഗ് ചെയ്യുകയും രണ്ടു വശവും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി പാകിസ്ഥാനാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ആർമി ഒഫീഷ്യലായി കൺഫേം ചെയ്ത ന്യൂസ് ആണ്. പക്ഷെ പാകിസ്ഥാൻ ഇതുവരെയും അതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒഫീഷ്യലി കൺഫേം ആണ് അവർക്ക് നല്ല രീതിയിലുള്ള ഡാമേജ് സംഭവിച്ചു എന്ന്. ഇന്ത്യക്കും കുറച്ച് ഡാമേജ് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇവർ കടന്നു വരുന്നത്. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞ് 1949 തന്നെ ഇവരിങ്ങനെ കടന്നു വന്ന് ആ ഒരു യുദ്ധത്തിൽ നമ്മൾ ആ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കരാച്ചി എഗ്രിമെന്റ് 1949 സൈൻ ചെയ്തത്. അതായത് രണ്ട് രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലോട്ട് വരരുത് എന്ന്. അത് കഴിഞ്ഞ് പിന്നീട് 65 ഇവർ വീണ്ടും ഉള്ളിലോട്ട് വരികയും ആ ഒരു യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ 66 തഷ്കീൻ എന്ന് പറയുന്ന അടുത്ത എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. അതായത് ഇനി രണ്ട് രാജ്യത്ത് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. UN പോയിട്ടാണ് UN ഇടപെട്ടുകൊണ്ട് രണ്ട് രാജ്യത്തോട്ടും ഒരു സീസ്ഫയർ എഗ്രിമെന്റ് ആണ് ഇത് രണ്ടാമത്തെ വട്ടം സൈൻ ചെയ്യുന്നത്. പിന്നെ സംഭവിക്കുന്നത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതായത് ബംഗ്ലാദേശിനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കാണ്ടായിരുന്ന ആ ഒരു യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളും UN ആർമിയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അതായത് ഷിംല എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ് 1971. ആ ഒരു സമയത്താണ് നമ്മൾ LOC കൊണ്ടുവരുന്നത്. അതായത് രണ്ട് രാജ്യത്തിന്റെ ഇടയ്ക്കും ഒരു LOC ലൈൻ കൊണ്ടുവരികയും ആ LOC ലൈൻ വിട്ട് പാകിസ്ഥാനും ഉള്ളിലോട്ട് വരില്ല, ഇന്ത്യയും ഉള്ളിലോട്ട് പോകില്ല എന്നുള്ളൊരു എഗ്രിമെന്റ്. ഇത് ഷിംല എഗ്രിമെന്റ് 1971. പക്ഷെ ഇതും കടന്ന് 1998 ഇതും ലംഘിച്ചുകൊണ്ട് വീണ്ടും പാകിസ്ഥാൻ ഉള്ളിലോട്ട് വന്നു. അതായത് കാർഗിൽ യുദ്ധമായിരുന്നു അത്. അതിലും നമ്മൾ ഇന്ത്യ ജയിച്ച് 2003 നമ്മൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാണ്. ഇതേപോലെ തന്നെ LOCന്റെ ബാക്കിലോട്ട് അവർ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാണ്. പിന്നെ അവർ പ്രധാനമായിട്ടും ഉള്ളിലോട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ 2006 തൊട്ട് ബോർഡറുകളിൽ അവർ സ്ഥിരമായി ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതായത് അവിടുന്ന് വെറുതെ ഇന്ത്യൻ ആർമിക്കെതിരെ ഫയർ ചെയ്യുക, അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ അതിനെ റിട്ടാലിയേറ്റ് ചെയ്യുക, ഇങ്ങനെ അതുപോലെ തന്നെ ഇൻഫിൽട്രേറ്റേഴ്സിനെ കടത്തി വിടുക, ടെററിസ്റ്റിനെ എങ്ങനെയും ഇന്ത്യൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ധീര ജവാന്മാർ കുറെ അധികം ആൾക്കാരെ ഇതേ തീവ്രവാദ രാജ്യം കൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നമ്മൾ പാകിസ്ഥാന് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാത്തത്. അത് കഴിഞ്ഞ് പിന്നീട് 18, 19, 20 കാലഘട്ടങ്ങളിലും ഇവർ ഉള്ളിലോട്ട് വരാൻ ശ്രമിച്ചു. അപ്പോൾ എല്ലാം തന്നെ സ്ട്രോങ് റിട്ടാലിയേഷൻ കൊടുത്തുകൊണ്ട് ഇവരിത് നടത്തി. ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും ഈ ഒരു എഗ്രിമെന്റ് തെറ്റിച്ചുകൊണ്ട് ഇവർ ഉള്ളിലോട്ട് വരാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അതിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ഇപ്പോൾ അവിടെയല്ല യഥാർത്ഥ ടാർഗറ്റ്, ഇപ്പുറത്ത് ബംഗ്ലാദേശിലാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമീനെ കൂടുതലായിട്ടും അവിടെ കൊണ്ടുപോയി ഇന്ത്യ നിർത്തുമെന്നറിയാം. ഇത് തന്നെയാണ് ഇവർ 2006 തൊട്ടേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ആർമീനെ ഏത് സ്ഥലത്താണോ കൂടുതൽ ഇവർ കൊണ്ടുപോയി നിർത്തുന്നത് അതിന്റെ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചുകൊണ്ട് ആ സൈഡിലൂടെ ഇവര് ഇൻഫിൽട്രേറ്റേഴ്സിനെയും അതുപോലെ തന്നെ ഈ തീവ്രവാദികളെയും ഉള്ളിലോട്ട് അയക്കലാണ് പണി. ജമ്മുവിലെല്ലാം തന്നെ കൂടുതൽ തീവ്രവാദികൾ വന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അവരൊരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇന്ത്യൻ ആർമി കൂടുതലും ആ സ്ഥലം ഫോക്കസ് ചെയ്യുമ്പോൾ അവർ ഉള്ളിലൂടെ തീവ്രവാദികളെ അയക്കുക. ഇതേ മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും അവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് അതിർത്തിയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹോം മിനിസ്റ്റർ എന്തായാലും കൂടുതൽ ഫോക്കസ് അവിടെ നോക്കുന്നതിന്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള തീവ്രവാദികളെ ഇങ്ങോട്ട് അയക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ടാണ്. അപ്പോൾ ഈ വട്ടം നമ്മൾ അതിലെല്ലാം തന്നെ വിജിലന്റ് ആയി നിൽക്കുന്നുണ്ട്. ബംഗ്ലാദേശുമായിട്ട് നമ്മൾ ഒരടി പോലും പിന്നോട്ട് പോകാതെ അവിടെയും കൂടുതൽ ഫോഴ്സിനെ നമ്മൾ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സാമ്പിൾ ആയിട്ടാണ്. ഇതേപോലെ അവർ പ്രശ്നങ്ങൾ ഇങ്ങനെ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ വട്ടത്തെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഇച്ചിരി കൂടുതൽ പരിക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരാം. തുർക്കിനെ ഇന്ത്യയിലുള്ള എത്ര പേരെ സപ്പോർട്ട് ചെയ്യുന്നത്. തുർക്കി പോയി കഴിഞ്ഞാൽ എന്തോ
സ്വർഗം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഇവിടെ തൊഴുന്നുണ്ട്. തുർക്കിന്റെ പേര് പറഞ്ഞു, തുർക്കിന്റെ ഫ്ലാഗ് കൊണ്ടും എന്തൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള തുർക്കി ആദ്യം തൊട്ട് തന്നെ ഇതുവരെ നമുക്കെതിരെ എപ്പോഴൊക്കെ അടിക്കാൻ പറ്റുമോ അപ്പോഴെല്ലാം തന്നെ നമ്മുടെ പിന്നിൽ നിന്ന് കുത്തിയ ഒരേ ഒരു രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് തുർക്കി എന്ന് പറയാം. ഇതേ എർഡഗൻ UN അസംബ്ലിയിൽ എപ്പോൾ പോയി സംസാരിച്ചു കഴിഞ്ഞാലും ഇന്ത്യയുടെ കാശ്മീർ ഇഷ്യൂ കൊണ്ടുവന്ന് അവിടെ സംസാരിച്ചില്ലെങ്കിൽ എർഡഗന് അന്ന് ഉറക്കം വരില്ല. പക്ഷെ 2024 ആദ്യമായിട്ട് എർഡഗൻ UN-ൽ കാശ്മീർ വിഷയം ഉയർത്താത്തത്. കാരണം അവിടെ ഗസ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാണോ അതാണോ വലുതെന്ന് ചോദിച്ചാൽ ആദ്യം ഗസ തീർത്തിട്ട് വേണ്ടേ കാശ്മീരിലോട്ട് വരാൻ. അപ്പോൾ അങ്ങനെയുള്ള തുർക്കിന്റെ എർഡഗനെ, അതായത് നമ്മൾ പക്ഷെ തിരിച്ചങ്ങനെയല്ല, നമ്മൾ എല്ലാ രാജ്യത്തിനെയും ഒരുപോലെയാണ് കാണുന്നത്. അത് തീവ്രവാദിയായ തുർക്കി ആണെങ്കിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ ആണെങ്കിലും എല്ലാവരും ഒരുപോലെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുർക്കിയിൽ അത് അത്രമാത്രം വലിയ അവിടെ ഭൂമി ഉലുക്കം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടുതലും അതായത് മരുന്നും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം NDRF ടീമിനെ അടക്കം അങ്ങോട്ട് അയച്ച് സഹായിച്ചതാണ്. പക്ഷെ ആ നന്ദിയൊന്നും തിരിച്ചു കാണിക്കില്ല. കാരണം ഇതുങ്ങളെല്ലാം അതായത് പാമ്പിന് പാല് കൊടുക്കുന്ന പോലെയാണ്, അത് തിരിച്ചു കൊത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് ഈ തുർക്കി എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഹമാസ് അടക്കം വന്നുകൊണ്ട് കാശ്മീരിനെതിരെ ജിഹാദി ഡിക്ലെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വിഷയം നമ്മുടെ മലയാള മീഡിയയിൽ എത്ര ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാം. കാരണം മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ഹമാസിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള ക്ഷീണമാണ് എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യും. അതായത് അവിടെയാണ് പറയാ, അതായത് ഇസ്രായേലിന്റെ യുദ്ധം കാരണമാണ് ഹമാസ് അവിടെ ഉണ്ടായത്. ഹമാസിന് പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ എന്താ പ്രശ്നം, ഹമാസിന് ഇന്ത്യയുടെ സ്ഥലത്ത് കാശ്മീരിൽ എന്താ ആവശ്യം, അപ്പോൾ അതൊന്നും തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതായത് ഈ ജമാഅത്ത് ഇസ്ലാം തുടങ്ങിയ തീവ്രവാദികളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ച വന്നു. അപ്പോൾ അതിന്റെ താഴെ ഒരാൾ വന്ന് കമന്റ് ചെയ്തില്ല, ജമാഅത്ത് ഇസ്ലാം അല്ല പുൽവാമ അറ്റാക്ക് ചെയ്തതെന്ന്. അപ്പൊ എനിക്കിങ്ങനെ ചിരി വന്നു. അതായത് സത്യം പോലെ പറഞ്ഞു കഴിഞ്ഞാലും അതിനെയും വെളുപ്പിക്കാൻ നോക്കാൻ പറ്റിയ മലയാളികൾ ഉണ്ട് എന്നുള്ളത് 100% സത്യം തന്നെയാണ്. അതായത് ഇന്ത്യനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനുകാർ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് 101% സത്യമാണെന്ന് എനിക്കത് അതിലൂടെ മനസ്സിലായി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് വീണ്ടും ഈ കാശ്മീർ ഇഷ്യൂ വലിയ ഇഷ്യൂ ആക്കി മാറ്റിക്കൊണ്ട് പാകിസ്ഥാനും തുർക്കിയും കൂടെ തുർക്കി പറഞ്ഞിരിക്കുന്നത് അതായത് ഗസയിൽ എങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെടുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ കാശ്മീരിലും കഷ്ടപ്പെടുന്നത്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഇസ്ലാമിക് രാജ്യമെല്ലാം ഒരുമിച്ച് വന്ന് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവിടെ ഒരു ജിഹാദി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലോ നമുക്കവിടെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതേ അതായത് പണ്ഡിറ്റ് ജിനോസൈഡ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതുങ്ങൾക്ക് ഒരിക്കലും ഇവരുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ആർട്ടിക്കിൾ 370 എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ പട്ടിണി കിടക്കുന്ന രാജ്യമാണ് ഇവിടെ മര്യാദയ്ക്ക് 4 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കണ്ട് അസൂയപ്പെട്ട് അതേപോലെ പട്ടിണി കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നത്.